ടി.കെ. രാജീവ്കുമാർ ലാലേട്ടൻ പ്രൊജക്റ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ ശരത്താണ് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ശരത്ത് കൊടുത്ത പുതിയ ഇൻ്റർവ്യൂവിൽ ശരത്തിൻ്റെ മ്യൂസിക്കിൽ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളെ പറ്റി പറഞ്ഞപ്പോൾ ലാലേട്ടൻ ടി.കെ. രാജീവ്കുമാർ ചിത്രത്തിനായി മ്യൂസിക് ഒരുക്കുന്നത് താനാണെന്നും പറഞ്ഞത്. പവിത്രം, സച്ചോളി വർഗീസ്, ചേകവർ, ഒരു നാൾ വരും എന്നീ സിനിമകൾക്ക് ശേഷമാണ് ലാലേട്ടനും ടി.കെ. രാജീവ്കുമാറും വീണ്ടും ഒന്നിക്കുന്നത്. എന്തായാലും നല്ലൊരു സ്ക്രിപ്റ്റിൽ മികച്ച ചിത്രം ടി.കെ. രാജീവ്കുമാർ ലാലേട്ടന് കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ലാലേട്ടനെയും മമ്മൂക്കയും പ്രധാന കഥാപാത്രങ്ങളാക്കി ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറിനെയോ സ്ക്രിപ്റ്റോ ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഹേഷ് നാരായണൻ്റെ സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രം ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്നല്ല നിർമ്മിക്കുന്നതെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ലാലേട്ടൻ്റെ പോർഷൻസൊക്കെ അടുത്ത വർഷം മുതലായിരിക്കും ചിത്രീകരിക്കുന്നത്. മുമ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത റോളാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്യുന്നതെന്നും 20-30 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമായിരിക്കും ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ മമ്മൂക്കയെയും ലാലേട്ടനെയും കൂടാതെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് ശ്രീലങ്ക, ഡൽഹി, ലണ്ടൻ എന്നിവിടങ്ങളിലാണ്. ശ്രീലങ്കയിൽ 30 ദിവസത്തെ ഷെഡ്യൂളാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. ഈ സിനിമയിലെ ചില പോർഷൻസിലൊക്കെ മമ്മൂക്ക ഡി-ഏജ്ഡ് ലുക്കിലായിരിക്കും എത്തുക എന്നും റൂമേഴ്സ് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അധികം വൈകാതെ തന്നെ ഉണ്ടാകും. അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം.